ഏരിയയിലുള്ള ഈ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളൊക്കെ അലക്കാനും കുളിക്കാനും വെള്ളത്തിലുള്ള കളി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടും എല്ലാം വരുന്ന വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം, പ്രളയത്തിൻ്റെ വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഒരു പന്നി, എത്ര പന്നി ഉണ്ടെന്നറിയില്ല, ഒരു പന്നി ഏതായാലും പ്രസവിച്ചിട്ട് 10-15 കുട്ടികളൊക്കെ ആയിട്ട് ആ ഏരിയയിൽ കൂടി പോകുന്ന ആൾക്കാരൊക്കെ പരിക്കേൽപ്പിക്കാനോ ആക്രമിക്കാനോ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇപ്പം മെനഞ്ഞാന്ന് തന്നെ ഒരാളക്കരെ എന്നൊരു കുട്ടി ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവൻ്റെ പുറകെ ഓടിയിട്ട് തലനാരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കൊലത്തിലാണ് സംഭവം നടന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭീഷണി, ഇങ്ങനെ തലയിൽ ഡെമോക്ലീസിൻ്റെ വാൾ നിൽക്കുന്ന പോലെ ഇങ്ങനൊരു ഭീഷണി തലയിൽ വെച്ചുകൊണ്ട് ഈ ഏരിയയിൽ ഈ പുഴയോരവും ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനോ പറ്റാത്ത ഒരു തികച്ചും അരക്ഷിതമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ വെലങ്ങാട് ദുരന്തവും ഉരുൾപൊട്ടൽ കൊണ്ടുണ്ടായ ദുരന്തങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ശ്രദ്ധ മുഴുവൻ ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്തോന്നറിയില്ല. വനം വകുപ്പിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പരിശോധന നടത്തി പോയി. പഞ്ചായത്തും അവരുടെ അടുത്ത് റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിനൊരു പരിഹാരം ഇതുവരായിട്ടില്ല. അപ്പോൾ ഈ ദുരന്തങ്ങൾ, പ്രളയത്തോടനുബന്ധിച്ചുള്ള ദുരന്തങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം അവഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന പോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇത് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു മാസമായി. ഇപ്പോൾ അതിനെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ 15 കുട്ടികളും കൂടി വലുതായി പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, കാട്ടുപന്നികളുടെ താവളം എന്നുള്ള നിലയിൽ, അതേപോലെ തന്നെ അടുത്തന്നെ കൃഷി ഇറക്കിയിരിക്കുന്ന ആളുടെ വാക്കൽപ്പുറത്ത് ബഷീർ എന്ന് പറഞ്ഞ ആളും മറ്റൊക്കെ അവരുടെയൊക്കെ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് അവന് പഞ്ചായത്ത് കൃഷിയുടെ അവാർഡൊക്കെ കിട്ടിയ ആളാണ്, കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. പക്ഷെ പണ്ടത് ഇപ്പോൾ അവൻ കൃഷി ഉപേക്ഷിക്കുന്ന മനസ്ഥിതിയിലാണ് അവനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ വാഴയൊക്കെ കുറച്ചിങ്ങനെ വലുതായി വരുമ്പോഴത്തേക്ക് പന്നി കുത്തി മലർത്തി കളിച്ചിട്ടിട്ടുണ്ടാവും, എല്ലാം തിന്ന് നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൃഷിക്കും ജനങ്ങൾക്കും ഭീഷണിയാവുന്ന ഒരു കോലത്തിലേക്ക് കൂടുതലായിട്ട് ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ഇതിന് കഴിയുന്ന വിധത്തിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ജനകീയ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് തന്നെയാണ് കാര്യമായിട്ട് പറയുന്നത്.